Hi guys, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാറ്റർ ആണെങ്കിൽ പോയിന്റ്സ് ടു ബിക്കം എ ഗുഡ് ബോളർ. നല്ലൊരു ബോളർ ആവാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവമാണ്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രമേ ആ റിസൾട്ടിൽ കുറച്ചെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ച് പറയുന്നില്ല. ഒരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബോളർ ആവാം. വെരി ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ബാറ്റ്സ്മാൻ എങ്ങനെയാണ് കളിക്കുന്നത് ആ ബാറ്റ്സ്മാൻ അനുസരിച്ചായിരിക്കും ഒരു ബോളർ ബോൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് ഡെലിവറി സ്ലോവർ ആയിരിക്കാം, അല്ലെങ്കിൽ യോർക്കർ ആയിരിക്കാം. യോർക്കർ ഏതൊരു ബാറ്റ്സ്മാൻ ഡിഫിക്കൽട്ടാണ്. പക്ഷെ നിങ്ങളുടെ സ്ട്രെങ്ത് ഡെലിവറി ഏതാണോ അത് എറിയാൻ ശ്രമിക്കണം. പക്ഷെ ഒരു ബാറ്റ്സ്മാൻ എന്ത് പ്ലാൻ ചെയ്യുന്നു അതിന് മുകളിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബോൾ ആകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് നമ്മൾ വിക്കറ്റിനനുസരിച്ച് ബോൾ ചെയ്യുക എന്നുള്ളത്. കാരണം നമുക്ക് 4 ടൈപ്പ് വിക്കറ്റ് ഉണ്ട്. ഒന്ന് ഗ്രാസ് വിക്കറ്റ്, ഒന്ന് ടർഫ് വിക്കറ്റ്, ഒന്ന് കോൺക്രീറ്റ് വിക്കറ്റ്, ഒന്ന് മഡ് വിക്കറ്റ്. അപ്പോൾ ഈ 4 ടൈപ്പ് വിക്കറ്റിലും നമ്മൾ ഒരേ സെയിം ആക്ഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത് ഡെലിവറി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ 4 വിക്കറ്റിലും എങ്ങനെ ബോൾ ചെയ്യണം എന്നുള്ളത്. ഒരു ഗ്രാസ് വിക്കറ്റിൽ നിർബന്ധമായിട്ട് നമ്മൾ പേസ് ആണ് എറിയേണ്ടത്. ഫസ്റ്റ് വിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാസ് വിക്കറ്റ്. ആ ഗ്രാസ് വിക്കറ്റിൽ നമ്മൾ എന്ത് ഡെലിവറി ചെയ്യണം? അവിടെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഡെലിവറി എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് എത്രയും സ്പീഡിൽ നമുക്ക് അറിയാൻ പറ്റുന്നോ അത്രയും സ്പീഡിൽ നമ്മൾ അറിയണം. അതായത് കൂടുതലും ജസ്റ്റ് ഷോട്ട് ഒരു ഏരിയയിൽ അല്ലെങ്കിൽ യോർക്കർ നമുക്ക് അറിയാൻ പറ്റും. ഏതൊരു വിക്കറ്റിലും അറിയാൻ പറ്റുന്ന ഒരു സക്സസീവ് ആയിട്ടുള്ള ഡെലിവറിയാണ്. ഈ ഗ്രാസ് വിക്കറ്റിൽ നമ്മൾ ജസ്റ്റ് ഷോട്ടുകൾ എറിയുക, അല്ലെങ്കിൽ സ്പീഡി ആയിട്ടുള്ള ഡെലിവറി എറിയുക. അതാണ് ബാറ്റ്സ്മാനെ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആവുക. രണ്ടാമത്തെ പറയുകയാണെങ്കിൽ മഡ് വിക്കറ്റ്. ഈ മഡ് വിക്കറ്റിൽ നമ്മൾ എന്ത് ഡെലിവറി വേണം? കൂടുതലും കട്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം മഡ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ബോൾ കുറച്ച് പിടിച്ച് വരുന്നൊരു വിക്കറ്റ് ആയിരിക്കും. അപ്പോൾ കൂടുതലും ടേൺ ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ മഡ് വിക്കറ്റിൽ കുറച്ച് കട്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബോളർ ആവാം. അതുപോലെ തന്നെ ഈ മഡ് വിക്കറ്റ് നമ്മൾ എറിയാതിരിക്കേണ്ട ഒരു ഡെലിവറി ഉണ്ട്. അതായത് ജസ്റ്റ് ഷോർട്ട് ലെങ്ത്. കാരണം ഈ ഗ്രാസ് വിക്കറ്റിൽ വരുന്ന പോലെ ഒരു സ്കിഡ് മഡ് വിക്കറ്റ് ഉണ്ടാവില്ല. കാരണം ബോൾ കുറച്ച് പിടിച്ചിട്ടേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഷോട്ട് ഡെലിവറി എറിഞ്ഞാൽ ബാറ്റ്സ്മാൻ ഈസി ആയിരിക്കും പിക്ക് ചെയ്യാനായിട്ട്. അതൊരിക്കലും മഡ് വിക്കറ്റിൽ നമ്മൾ എറിയരുത്. മൂന്നാമത്തെ കോൺക്രീറ്റ് വിക്കറ്റ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബാറ്റ്സ്മാൻ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള വിക്കറ്റാണ്. ആ വിക്കറ്റിൽ നമ്മൾ എന്ത് ബോൾ ചെയ്യണം? ആ വിക്കറ്റിൽ നമ്മൾ എറിയേണ്ട ഒരേ ഒരു ബോൾ എന്ന് പറഞ്ഞാൽ ഈ യോർക്കറുകൾ ഡെലിവറി. അത് ലോ ഫുൾ ടോസോ അല്ലെങ്കിൽ യോർക്കേഴ്സോ കൂടുതലും ട്രൈ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടിയും എഫിഷ്യൻ്റ് ആയിട്ട് ബോളിങ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കാരണം അവിടെ എന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് ജസ്റ്റ് ഷോട്ട് ഡെലിവറി എറിയുമ്പോഴും ഇതെല്ലാം ഭയങ്കര ഈസി ആയിരിക്കും ബാറ്റ്സ്മാൻ. അതുപോലെ തന്നെ ടർഫ് വിക്കറ്റ്. അതായത് ഇപ്പോൾ സോഫ്റ്റ് ടെന്നീസിലൊക്കെ കളിക്കുന്ന ടർഫ് വിക്കറ്റ്. സാധാരണ ആ ടർഫ് വിക്കറ്റിൽ നമുക്ക് ചിലപ്പോൾ ബോൾ കട്ടായെന്ന് വരില്ല. അവിടെയും കൂടുതലും യോർക്കേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ബാറ്റ്സ്മാനെ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതിന് മുകളിൽ ചിന്തിക്കണം. എന്നാൽ മാത്രമേ എഫിഷ്യൻ്റ് ബോൾ ആവാൻ സാധിക്കൂ. അതുപോലെ തന്നെ വിക്കറ്റ് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ വിക്കറ്റിനനുസരിച്ചാണ് നമുക്ക് ബോൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ട് ഒരു ഡെലിവറിയും പ്ലാൻ ചെയ്യരുത്. അതായത് ബാറ്റ്സ്മാൻ റെഡി ആവുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഷോട്ട് എറിയാം, അല്ലെങ്കിൽ യോർക്കർ എറിയാം, കട്ടേഴ്സ് എറിയാം, അങ്ങനെ ഒരിക്കലും പ്ലാൻ ചെയ്യരുത്. ബാറ്റ്സ്മാൻ എന്താണോ ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണോ പ്ലാൻ ചെയ്യുന്നത് അതിനനുസരിച്ച് അതിന് മുകളിൽ വേണം നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് സ്മൂത്ത് ആൻഡ് കൺട്രോൾഡ് ആക്ഷൻ. കാരണം ഒരു സ്മൂത്ത് ആൻഡ് കൺട്രോൾഡ് ആക്ഷൻ ഒരു ബോളർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയാൽ ആ ഒരു ബോളർക്ക് സ്ട്രെങ്ത് കൊടുക്കും. ബോളിങ്ങിൻ്റെ ആ ഒരു ലാസ്റ്റ് സമയത്തൊരു നമുക്ക് സ്ട്രെങ്ത് കിട്ടാന്ന് പറയില്ലേ, ആ ഒരു സ്ട്രെങ്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും ബോളിംഗ് ക്രീസ്, അതായത് ക്രീസ് നോക്കിയിട്ട് നമ്മൾ ഡെലിവറി എറിയാൻ പാടില്ല. കാരണം ബാറ്റ്സ്മാന് അവസാന സമയത്ത് നമ്മൾ ഡെലിവറി എറിയുമ്പോൾ ക്രീസിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ബോളർ ക്രീസിലേക്ക് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റ്സ്മാന് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും. ഒരു ബോളറെ ശ്രദ്ധ തെറ്റിച്ചിട്ട് റിവേഴ്സ് ഷോട്ടോ അല്ലെങ്കിൽ ബാറ്റ്സ്മാന് പെട്ടെന്ന് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഷോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ബോളിംഗ് ക്രീസ് ആ ഒരു ക്രീസ് യൂസ് ചെയ്യണം, അഫ്കോഴ്സ് യൂസ് ചെയ്യണം. പക്ഷേ ക്രീസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ക്രീസിൽ നോക്കിയിട്ട് ലാസ്റ്റ് സമയത്ത് നമ്മൾ ബോൾ ചെയ്യാൻ പാടില്ല. നമ്മളൊരു നല്ലൊരു ബോളർ ആവാനായിട്ട് റണ്ണപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് ഒന്നും റണ്ണപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരുപാട് ഷോട്ട് ആക്കാതിരിക്കുക. ഒരു മീഡിയം ഒരു 10 to 16 ഒരു റണ്ണപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കൺട്രോൾഡ് ആയിട്ട് റിതമെറ്റിക് ആയിട്ട് നമുക്ക് ബോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു പോയിന്റാണ്, വളരെ ബേസിക് ആയിട്ടുള്ള പോയിന്റാണ്. കാരണം നമ്മൾ ബോളിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആയിക്കോട്ടെ, ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആയിക്കോട്ടെ, അവർ ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപ് അവർ വളരെ വീക്കായിരിക്കും. എല്ലാവരും കവേഴ്സിൽ നല്ല ഷോട്ടുകളുള്ള ബാറ്റ്സ്മാൻ വളരെയധികം കുറവായിരിക്കും. അപ്പോൾ ഒരു ബോളർ ബോൾ ചെയ്യുമ്പോൾ കട്ടേഴ്സ് ആയിക്കോട്ടെ, സ്പീഡി ഡെലിവറി ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് വേരിയേഷൻ ആണെങ്കിലും ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപ് ട്രൈ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.